ഈ മുഹറം മാസം ഖാദിമാരെ കുറ്റം പറയേണ്ട മാസമല്ല. ഈ മുഹറം മാസം മുസ്ലിമീങ്ങൾ തമ്മിൽ ഭിന്നിക്കേണ്ട മാസം അല്ല. വേറെ മുസ്ലിങ്ങളല്ലാത്തവരോടും എന്തെങ്കിലും തീവ്രവാദമോ ഭീകരവാദമോ വർഗീയവാദമോ ഉന്നയിക്കേണ്ട മാസം അല്ല. ഒരിക്കലും ഇതൊന്നും പാടില്ലാത്തതാണ്, ഒരു മാസത്തിലും പാടില്ലാത്തതാണ്. ഞാനിത് പറയാൻ കാരണം, ഞാനിവിടെ മംഗലാപുരം ഭാഗത്തേക്ക് വന്നപ്പോ ഇന്ന് ഞാൻ അന്വേഷിച്ചു ഇവിടെ മുഹറം മാസം ഉറപ്പിച്ചത് എങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സംഘടനകളിലെ ഖാദിമാരെല്ലാവരും ഒരുപോലെയാണ് ഇവിടെ മാസമുറപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ആരും അതിന്റെ പേരിൽ ഖാദിമാരെ കുറ്റം പറഞ്ഞ് ഈ പവിത്രമായ മാസം തെറ്റുകൾ കൊണ്ട് പെരുപ്പിക്കുകയില്ല എന്ന് ഞാൻ സമാധാനിക്കുന്നു. അതാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞു. സംഘടനാ വ്യത്യാസമില്ലാതെ കർണാടകയിലെ ഖാദിമാർ ആശൂറ തീരുമാനിച്ചത്, അഥവാ മുഹറം 1 തീരുമാനിച്ചത് വെള്ളിയാഴ്ച 1 എന്നാണ് എന്റെ അറിവ്, അല്ലേ? അങ്ങനെയാണ് എന്റെ അറിവ്. ഇതേപോലെ തമിഴ്നാട്ടിൽ അങ്ങകലെ അയൽപട്ടണത്ത് അവിടെ മാസം കണ്ട് തമിഴ്നാട്ടിലെ ഖാദിമാരും അതേപോലെ ഉറപ്പിച്ചു എന്നാണ് എന്റെ അറിവ്. അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയല്ലെങ്കിലും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളായ പ്പെട്ട ഒരാൾ അവിടെയും അതേപോലെ തന്നെ വിധിച്ചു എന്നാണ് എന്റെ അറിവ്. എന്നാൽ അതേ സംഘടനയിൽ തന്നെയുള്ള വേറൊരാൾ അങ്ങനെയല്ല, ശനിയാഴ്ചയാണ് 1 എന്ന് വിധിച്ചതായും കേട്ടിട്ടുണ്ട്. ഒരേ സംഘടനയിൽ തന്നെ പെട്ടവർ 2 വിധത്തിൽ ചിലപ്പോൾ ഖാദിമാർ മാസമർപ്പിച്ചു എന്ന് വരും. കാരണം അത് സംഘടനയുടെ തീരുമാനമനുസരിച്ച് നടക്കുന്ന ഒരു സംഗതി അല്ല. ഇതേപോലെ സുഹൃത്തുക്കളെ, കേരളത്തിൽ 2 സംഘടനയിൽപ്പെട്ട ഖാദിമാർ ചിലർ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, വ്യത്യസ്തമായി തീരുമാനമെടുത്തു എന്നും കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലൊന്നും ഒരു ഖാദിയെയും ഒരു സയ്യിദിനെയും ഒരു ആലിമിനെയും ആരും കുറ്റം പറയുകയോ ഗീബത്ത് പറയുകയോ നിന്ദിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് സർവ്വ മുസ്ലിമീങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. ഇത്